ഹലോ, ഫുഡ് ആൻഡ് ക്രാഫ്റ്റ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ലൊരു അടിപൊളി ടേസ്റ്റുള്ള ഒരു ക്രിസ്പി ആയിട്ടുള്ള ഒരു ബീഫ് റോളിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. വളരെ സിമ്പിളായിട്ടും നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു ബീഫ് റോളാണിത്. നമുക്ക് സമൂസ ഷീറ്റും കുറച്ച് ബീഫും ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്ക് കൂടിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. അപ്പോൾ നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതൊന്ന് ചൂടായി വരട്ടെ. ചൂടായി വരുമ്പോഴേക്ക് നമുക്ക് അതിനകത്തേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണയും കൂടെ ഒന്ന് ചൂടായി വരട്ടെ. നമ്മുടെ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ഞാനൊരു 3 സവാള ചോപ്പ് ചെയ്തതാണ് അതിട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ സവാളയൊക്കെ ഒന്ന് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. നമ്മൾ ഇതിനകത്തേക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്, അതും കൂടെ ഇട്ട് കൊടുക്കണ്ടേ. രണ്ടും കൂടെ ഒരുമിച്ച് തന്നെയാണ് ഇട്ട് ചോപ്പ് ചെയ്തത്. കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് നമുക്കിത് വഴറ്റിയെടുക്കാം. നല്ലതുപോലെ ഒന്ന് വഴന്ന് വരുന്നത്. നമ്മുടെ ഉള്ളിയുടെ ഒക്കെ ഒന്ന് കളറൊക്കെ ഒന്ന് മാറി വന്നാൽ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കുറച്ച് അധികം എടുത്തിട്ടുണ്ട്. ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് വഴന്ന് വെച്ചേക്കാം. ഇതിനകത്തേക്ക് 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്, അത് ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്, അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ സവാളയുടെ കളറൊക്കെ ഒന്ന് മാറി നല്ലതുപോലെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തേക്ക് ഞാൻ ഇവിടെ ബീഫാണ് എടുത്തേക്കണത്. ബീഫ് ഒന്ന് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇത്തിരി കുരുമുളക് പൊടി ഇട്ടിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇതിനകത്തേക്ക് ഞാൻ വേവിച്ചിട്ടൊന്ന് മിക്സിയിലിട്ടൊന്ന് കറക്കിയെടുത്തതാണ്. അപ്പോൾ അതിട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഈ എണ്ണയിൽ ഇട്ടിട്ട് എണ്ണ ഒന്ന് വഴറ്റിയെടുക്കേ. നമ്മൾ മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുത്തതാണ് വേവിച്ചിട്ട്. അപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് ഒന്നുകൂടെ വഴറ്റിയെടുക്കാൻ പറഞ്ഞത്. നമ്മുടെ ഇറച്ചിയും കൂടെ ഒന്ന് നല്ലതുപോലെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്ത് നമുക്ക് കുറച്ച് മസാലകൾ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ എരിവുള്ള മുളക് പൊടിയും മറ്റേ കാശ്മീരി ചില്ലിയും കൂടെ ഒരുമിച്ച് പൊടിച്ച് വെച്ചേക്കണേന്. അപ്പോൾ അതിൽ നിന്ന് ഒരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കണ്ടേ. ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഗരം മസാലപ്പൊടി ഉണ്ട്, അത് ഇവിടെ പൊടിച്ചതാണ്, അതിട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് നമ്മുടെ വലിയ ജീരകമില്ല, അത് പൊടിച്ചത്, പെരിഞ്ജീരകം, അത് പൊടിച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് ചില്ലി ഫ്ലാക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഇടിച്ച മുളക്, ഞാൻ ഇവിടെ കുരുമുളക് നമ്മുടെ ബീഫ് വേവിച്ചപ്പോൾ ഇട്ടതാണ്. ഉപ്പ് നോക്കിയിട്ട് കുറച്ചുകൂടെ ഉപ്പിട്ട് കൊടുക്കാവേ. ഇപ്പോൾ ആവശ്യത്തിന് നോക്കിയിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട്, നമ്മൾ നേരത്തെ ചേർത്തതാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തിട്ട് ഒരു 2 മിനിറ്റും കൂടെ ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ കേട്ടോ. നമ്മുടെ മസാലയൊക്കെ ഒന്ന് നല്ലതുപോലെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഗ്യാസ് ഒന്ന് സിമ്മിലിട്ടിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് ഒന്നുകൂടെ നല്ലതുപോലെ ഒന്ന് നമ്മുടെ ബീഫൊക്കെ ഒന്ന് മസാലയൊക്കെ ഒന്ന് പിടിച്ച് വെക്കാം കേട്ടോ. ഒന്ന് മൂടി വെക്കാം നമുക്ക്. നമുക്കിനി ഇതൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ മസാലയൊക്കെ ഒന്നുകൂടെ നല്ലതുപോലെ ഒന്ന് മൊരിഞ്ഞ് നല്ല ഇതായിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. നമുക്ക് തീ ഓഫാക്കി കൊടുക്കാം. ഒരു പാത്രത്തിലോട്ട് മാറ്റി ഇതിൻ്റെ ഒന്ന് ചൂടൊന്ന് ആറട്ടെ. നമ്മളിവിടെ റോൾ ഉണ്ടാക്കാനായിട്ട് എടുത്തേക്കണത് നമ്മുടെ സമൂസ ഷീറ്റ് തന്നെയാണ്. അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് കട്ട് ചെയ്ത് ബാക്കി ഭാഗം ഉണ്ടെങ്കിൽ നമുക്ക് എടുത്തു വെക്കാം കേട്ടോ. നമുക്ക് ഇനിയും വേറെ എന്തെങ്കിലുമൊക്കെ സ്നാക്ക് ഉണ്ടാക്കുമ്പോൾ അതിന് എടുക്കാം. കുറച്ച് മൈദ ഒന്ന് കലക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കിതൊന്ന് ഒട്ടിച്ചു കൊടുക്കുകയും ചെയ്യാം.
നമുക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഇതിങ്ങനെ മടക്കി നമ്മുടെ ഫില്ലിങ് ഒന്ന് പുറത്തോട്ട് പോകാണ്ടിരിക്കാനായിട്ട് മടക്കിയിട്ട് നമ്മുടെ ഫില്ലിംഗ് ഒന്നും പുറത്തോട്ട് പോവുകയൊന്നുമില്ല. അതുപോലെ തന്നെ ബാക്കിയെല്ലാം നമുക്ക് ചെയ്തെടുക്കാം. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി സ്നാക്കാണ് അത്. ഞാനെപ്പോഴും ഇത് ഇപ്പോൾ നോമ്പിനായാലും ഉണ്ടാക്കുമ്പോൾ ഇത് ഫില്ലിങ്ങും ഒക്കെ റെഡി ആക്കിയിട്ട് ഇതിപ്പോൾ ഇതിനകത്തോട്ട് നമ്മൾ നിറച്ച് വെച്ച് ഫ്രിഡ്ജിലോട്ട് വെക്കും. അപ്പോൾ 2-3 ദിവസത്തേക്കത് നമുക്ക് ആരെങ്കിലുമൊക്കെ വരുമ്പോൾ പെട്ടെന്ന് ഫ്രൈ ആക്കി കൊടുക്കാം. ഇതുപോലെ തന്നെ ചെയ്തിട്ട് നമുക്ക് ഫ്രിഡ്ജിലോട്ട് വെക്കാം. ഒരു നല്ല എയറൊന്നും കിടക്കാത്ത പാത്രത്തിലാക്കിയിട്ട് വെക്കണേന്ന് നമുക്കിത് കുറേ ദിവസത്തേക്ക് ഉണ്ടാകും. അപ്പോൾ ഇതുപോലെ നമുക്ക് ബാക്കിയെല്ലാം ചെയ്തെടുക്കാം. നമ്മളിവിടെ ആവശ്യത്തിനുള്ളത് മാത്രം എടുത്തിട്ട് ബാക്കി ഫ്രിഡ്ജിലോട്ട് വെക്കുക. അപ്പം നമ്മുടെ റോള് ഫ്രൈ ആക്കാനായിട്ട് ഞാൻ ഇവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മുടെ എണ്ണയൊക്കെ ചൂടായിട്ടുണ്ട്. നമ്മൾ സിമ്മിൽ വെച്ചിട്ട് വേണം കേട്ടോ ഇത് ഫ്രൈ ആക്കി എടുക്കാനായിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് ഇത് കരിഞ്ഞു പോകും. നല്ലതുപോലെ ക്രിസ്പി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കോരിയെടുക്കാം. അപ്പോൾ നമ്മുടെ വളരെ എളുപ്പത്തിലും ടേസ്റ്റിലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ക്രിസ്പി ബീഫ് റോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാലോ, നല്ല ടേസ്റ്റും നല്ല പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി സ്നാക്കുമാണ്. അപ്പോൾ ഇത് ഉറപ്പായിട്ടൊന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ഉറപ്പായിട്ടും ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. കൂടാതെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ആരെങ്കിലും എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പം ഇനി അടുത്ത് നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.